അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് ഇസ്ലാഹ് പാഠശാല ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്താണ്. ഈ അഭിമുഖ സംഭാഷണത്തിന് പ്രചോദിപ്പിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ, പ്രത്യേകിച്ച് മുജാഹിദ് കേരളത്തിൽ ജിന്നുവാദം ഉയർന്നു വന്നതിന് ശേഷം സന്മാർഗത്തിൽ നിന്ന് തെറ്റി നിൽക്കുന്ന ആളുകൾക്ക് തങ്ങളുടെ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങൾ കേട്ട് വഴിതെറ്റിപ്പോയിട്ടുള്ള ആളുകൾക്ക് ഒരു പുനർവിചിന്തനം നടത്താനും തിരിച്ചു വരാനും പ്രചോദനമാകട്ടെ എന്ന ഉദ്ദേശത്തിലാണ് വാസ്തവത്തിൽ ഈ ഒരു ഇൻ്റർവ്യൂ നമ്മൾ നടത്തുന്നത്. മറ്റാരുമല്ല, ബഹുമാന്യനായ മൗലവി സാജിദ് തിരൂരങ്ങാടിയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ 2003 ശക്തനായ പ്രഭാഷകനായി അദ്ദേഹം കടന്നു വരികയും കേരളത്തിലുടനീളം തൗഹീദി പ്രഭാഷണങ്ങൾ നടത്തുകയും ധാരാളം ആളുകൾക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം പകരുന്നതിന് നിമിത്തമാവുകയും ചെയ്ത ഒരു പ്രഭാഷകനാണ് അദ്ദേഹം. പക്ഷേ നിർഭാഗ്യവശാൽ പിന്നീട് 2008 ജബ്ബാർ മൗലവി ഇസ്ലാഹ് മാസികയിലൂടെ അവതരിപ്പിച്ച ജിന്നുവാദവുമായി ബന്ധപ്പെട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന വ്യതിയാന ചിന്തകൾ ശക്തമായി വേരുപിടിച്ച 2011 കാലഘട്ടത്തിൽ ഈ വിഭാഗവുമായി, ഇന്നത്തെ വിസ്ഡം വിഭാഗത്തിൻ്റെ പൂർവ്വരൂപമായ ആളുകൾ, ഇന്നത്തെ വിസ്ഡം വിഭാഗത്തിൻ്റെ നേതാക്കന്മാരായിരുന്ന ആളുകൾ, അവരോട് ചേർന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ പ്രസംഗിക്കുകയും 2012 അഹമ്മദ് അനസ് മൗലവിയെ പോലെയുള്ള മുജാഹിദ് പണ്ഡിതന്മാർക്കെതിരെ പരസ്യമായി സംസാരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ കേരള നേതൃത്വ മുജാഹിദീൻ മാറ്റി നിർത്തിയ കെ സക്കറിയ സുലാഹി, അതുപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരി, അക്കൂട്ടത്തിൽ മൂന്നാമത്തെ ആളായിരുന്നു സാജിദ് മൗലവി തിരൂരങ്ങാടി. അത്രത്തോളം ഈ വിഷയത്തിൽ വിസ്ഡം വിഭാഗത്തിൻ്റെ പൂർവ്വ രൂപത്തോട് ചേർന്ന് നിൽക്കുകയും അത്തരം ആളുകളോട് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹം. ആർക്കത് നിഷേധിക്കാൻ സാധ്യമല്ല. പക്ഷെ പിന്നീട് വിസ്ഡമായി രൂപാന്തരപ്പെട്ടപ്പോൾ വിസ്ഡത്തിനെ ഒളിപ്പിച്ച് വെക്കേണ്ട, വിസ്ഡം പറഞ്ഞു പരത്തിയ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുകയും അത് ആളുകൾക്കിടയിൽ മൂടി വെക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ബലിയാടാക്കപ്പെടുകയും ചെയ്ത ആളുകളിൽ ഒരാളാണ് സാജിദ് മൗലവി. ഇന്ന് അദ്ദേഹം വിസ്ഡം വിഭാഗമടക്കമുള്ള ജിന്നുവാദികൾ സമൂഹത്തിൽ ചെയ്ത ദ്രോഹത്തെപ്പറ്റി ബോധവാനാവുകയും അത് തന്നാൽ കഴിയുന്ന രൂപത്തിൽ ജനങ്ങൾക്ക് അതിൻ്റെ അപകടത്തെ ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ വഴികേടിൻ്റെ ആഴത്തെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തോട് അദ്ദേഹത്തിന് ഇന്നത്തെ വിസ്ഡം വിഭാഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെടുത്താനുണ്ട്, പങ്കുവെക്കാനുണ്ട്. നിങ്ങളെല്ലാം അത് ശ്രദ്ധിക്കുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ എത്രമാത്രം വലിയ അപകടകരമായ വഴികേടിലേക്കാണ് വിസ്ഡം അതിൻ്റെ അണികളെ നയിച്ചതെന്നും ഇന്നും സമൂഹത്തെ നയിക്കാൻ ശ്രമിക്കുന്നതെന്നും നമുക്ക് ബോധ്യപ്പെടും. അദ്ദേഹവുമായിട്ടുള്ള സംസാരം നമ്മൾ ആരംഭിക്കുകയാണ്. ഏതായാലും സന്തോഷം, നിങ്ങളുടെ ഈ മാറ്റം, ഈ പ്രഖ്യാപനം എല്ലാം വളരെ അൽഹംദുലില്ലാഹ് കുറേ ആളുകൾക്കെങ്കിലും ഒരു ഹിദായത്തിൽ വിളിച്ചാവട്ടെ. കാരണം ഞങ്ങളൊക്കെ സംസാരിക്കുന്ന പോലെയല്ല, നിങ്ങളെ പോലെ അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ വിളിച്ചത്. അപ്പം മുജാഹിദ് പ്രസ്ഥാനത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന MGMന്റെ മുവഹിദത്തുകളായിട്ടുള്ള സ്ത്രീകൾ പോലും ഇന്ന് ഈ വിസ്ഡം വാദം പുറത്തു വന്നതിന് ശേഷം അവർ പോലും തൊട്ടത് ജിന്ന്, അവിടെ പോയ ജിന്ന്, ഇവിടെ കയറിയ ജിന്ന് എന്നിട്ട് പേടിച്ച് അന്ന് നഷ്ടപ്പെടാന്ന് പറയില്ലേ. ശരിക്കും അങ്ങനെ അന്ന് നഷ്ടപ്പെട്ട മുജാഹിദുകളെ ഈ വിസ്ഡം ഉണ്ടാക്കിയ മുജാഹിദുകളെ നിങ്ങളെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്? ഇഷ്ടം പോലെ. കാരണം എന്താ വെച്ചാല് നമ്മളടുത്ത് റുക്കിയൊക്കെ വരുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ സുന്നി സമൂഹത്തിൽപ്പെട്ട കുറെ ആളുകൾ വരുന്നുണ്ട്. അവർ പിന്നെ ഏതായാലും ഈ വിശ്വാസത്തിലാണ്. തുമ്മിയ ജിന്ന്, ഊരവേദന വന്ന സിഹർ, ജലദോഷം വന്ന ആരെങ്കിലും ചെയ്തോ എന്നുള്ള അവസ്ഥയിൽ. അപ്പോൾ അവർക്ക് നമ്മളത് ക്ലാരിഫിക്കേഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ വിസ്ഡം വിഭാഗത്തിൽപ്പെട്ട അനവധി ആളുകൾ ഭർത്താക്കന്മാർ ഉൾപ്പെടെ സംസാരിക്കുകയാണ്, അവരെ ഭാര്യമാരും അങ്ങനെ സംസാരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളെ കാരാപുറത്ത് ഈ പറഞ്ഞ
മുസ്ലിം സൈന മർക്കസ് എന്നും അതുപോലെ തന്നെ അതുമായി സക്കരിയ സുലാഹിന്റെ മുഹ്സിൻ ഉസ്താദ് എന്ന് പറഞ്ഞാൽ മുഹ്സിൻ ഐദീദാണോ? അതെ, മുഹ്സിൻ ഐദീദിന്റെ അവിടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ദർസുകൾക്കും ക്ലാസ്സുകൾക്കൊക്കെ പോകുന്ന അവരൊരാൾ ആളുകൾ, അവരൊക്കെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. മുഹ്സിനൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾ തന്നെയാണ് അല്ലേ? അള്ളാഹു അവര് പ്രൊമോട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടുന്ന് ആളുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്, റുക്കിയക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചും ചെയ്തു. അപ്പോൾ അവിടെ അങ്ങനത്തെ ചർച്ചകളും കാര്യങ്ങളും ഒന്നും ചെയ്യണമെന്നില്ല. എന്നാൽ നമ്മളിങ്ങോട്ട് വരുന്നതിന് ഒരു എതിർപ്പും ഉണ്ടാവില്ല, കാരണം അത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, കാരണം അറിയാതിരിക്കൂല. അള്ളാഹുലം. അപ്പൊ സത്യത്തില് എന്താ ഉണ്ടായത് വെച്ചാല് പിന്നെ വേറെ പിന്നെ വാടാനപ്പള്ളി ഈ ഭാഗത്തൊക്കെ ഇതേപോലെ ഇവരെ അതെ ആയിരിക്കാം. അപ്പൊ അവിടെയുള്ള ആളുകളൊക്കെ ഈ പറഞ്ഞ ആളുകൾ എൻ്റെ അടുത്ത് കുടുംബസമേതം വരാറുണ്ട്. അവർ വന്ന ഒരു ഫാമിലിയിൽ ഉണ്ടായ അനുഭവം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അവന് ശക്തമായ ഇസ്ലാമിക ചിട്ടയുള്ള ആളാണ്. ചിട്ട മീൻസ് 100-ൽ 100 തന്നെ ആകണം എല്ലാം എന്നുള്ള രൂപത്തിലാണ്. പക്ഷെ അവൻ്റെ വൈഫ് നല്ലൊരു അഫ്സൽമക്കാരിയാണ്, മുജാഹിദ് പ്രസിഡന്റ് വന്നാണ്. ആ കുട്ടി നല്ല അച്ചടക്കമുള്ള കുട്ടിയാണ്. പക്ഷെ അവൻ്റെ ശക്തമായ ചില നിലപാടിൻ്റെ മുമ്പിൽ അവൾക്ക് ഡിപ്രഷനായി പോയി. അങ്ങനെ അവൾക്ക് ഉറക്കം നഷ്ടപ്പെട്ട് അവൾ തമ്മിൽ പിണക്കം, അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങൾക്കൊക്കെ താല്പര്യക്കുറവുകളൊക്കെ വന്നപ്പോൾ ഇവൻ പറഞ്ഞത് എന്താണ്, അത് ജിന്ന് ബാധയാണ്, ശൈത്താൻ ബാധിച്ചിട്ടുണ്ട്, റുക്കിയ ചെയ്യണം. അങ്ങനെ 2-3 ആളുകളൊക്കെ കൊണ്ടുപോയിട്ടും പ്രത്യേകിച്ചൊരു മാറ്റമൊന്നുമില്ല. കാരണം ഇതെന്താ അങ്ങനെ മാറുക, ഇവരെ മാനസികാവസ്ഥ മാറാതെ, ഇവർ തമ്മിലുള്ള കാഴ്ചപ്പാടുകൾ മാറാതെ ഈ പെണ്ണിന് സന്തോഷവും സമാധാനം ആരോഗ്യം തിരിച്ചു കിട്ടുമോ? ഇല്ല. പക്ഷെ അത് തിരിച്ചറിയാൻ അവന് കഴിയുന്നില്ല, കാരണം ഈ രൂപത്തിലുള്ള ചിന്താഗതിയാണ്. അങ്ങനെ പലയിടത്തും പോയിട്ട് അവസാനം ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ നമ്മൾ സംസാരിച്ച് ഈ കാര്യം പറഞ്ഞു കൊടുത്ത് ഒരുപാട് സമയം പറഞ്ഞിട്ട് അവസാനം അവനെ റുക്കിയ ചെയ്യൽ നിർബന്ധമാണ്, അതാണ് വേണ്ടത്. റുക്കിയാണ് ആവശ്യം, റുക്കിയ ചെയ്താൽ മതി. കാരണം സിഹറാണ്, കണ്ണാറാണ്, ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ഒരു അവസ്ഥയിലേക്ക് ഇതിനെ എത്തിച്ചവര് ആ രൂപത്തിലാണ് എത്തിയിട്ടില്ല. അപ്പൊ അത്ര അനവധി ആളുകൾ ഇതുമായി വരുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള സംസാരങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ച കാര്യം എന്താ വെച്ചാൽ, ഇതൊക്കെ ഇവർ പിന്നെ പറഞ്ഞിട്ട് ഇതിൽ നിന്ന് ഇവർ കൈയൊഴിഞ്ഞ് മാറി നിൽക്കുക. ഇതെല്ലാം ആളുകളെ തള്ളിവിട്ട് ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ച് ഈ ഡോർ ഓപ്പൺ ആക്കി തന്ന് നമ്മളൊക്കെ എവിടേക്കോ എത്തിപ്പെട്ടിട്ടും ഇവരിപ്പോ ഗ്ലോബൽ ഇസ്ലാം, അതെ, ഇപ്പൊ ഇന്റർനാഷണൽ ദേവത്താന്ന് പറഞ്ഞിട്ട് ഇവരാക്കി. അതാണ് ഞാൻ ആ ഫസ്റ്റ് വിഷയത്തിൽ പറയുന്നത്. ഈ വിഷയത്തിൽ റുക്കിയഷാറിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്താണോ കേരള നേതൃത്വത്തിലും മുജാഹിദീനും പറയുന്നത് അതിലേക്ക് നിങ്ങൾ മടങ്ങുകയാണ്. സമൂഹത്തിന് മുമ്പിൽ പറച്ചില് സംസാരത്തിൽ അങ്ങനെ മടങ്ങുകയാണ് നിങ്ങൾ. എന്നാലോ ചെയ്ത് നമ്മളെ മാറ്റി നിർത്തുകയും ചെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അതാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഈ അവസ്ഥയിൽ ഇപ്പോൾ നോക്കി എൻ്റെ കയ്യിലൊരു ക്ലിപ്പ് ഉണ്ട്. അതായത് DK അഷ്റഫ് ജമിയത്തുൽ പിന്നെ പ്രവർത്തക ഈ പറഞ്ഞ ആളുകളെ വിളിച്ചിട്ട് ഈ വിഷയത്തിൽ റുക്കിയ ഷെയറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ വസ്വാസുകൾ ക്ലിയർ ആക്കാൻ വേണ്ടി, അതായത് സർക്കുലർ വരുന്നതിന് മുമ്പുള്ള ഒരു മീറ്റിംഗാണ് ജാമ്യയിൽ നടന്നത്. ഈ മീറ്റിങ്ങിൽ DK അഷ്റഫ് സാഹിബ് പ്രസംഗിക്കുന്ന വിഷയം എന്തായാലും അടിച്ചറക്കൽ പോലെയുള്ള സംസ്കാരങ്ങൾ, സമ്പ്രദായങ്ങൾ, ഇതെല്ലാം ഇസ്ലാമിക സ്ഥാനത്തിലേക്ക് കൊണ്ടുവരികയാണ് പല ആളുകളും. ഇതിനെ ശക്തമായി നമ്മൾ ഒറ്റക്കെട്ടായി നേരിടണം എന്ന് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് പറഞ്ഞ ആൾക്കാരാണ് പിന്നെ പുറത്തു പോയിട്ട് എന്ത് ചെയ്യണത്, ഈ വിഷയങ്ങൾ മുഴുവൻ ക്ലാസ്സിലൂടെ പറഞ്ഞു തന്നിട്ട് എന്നെ പോലെയുള്ള അനവധി റാക്കിമാരെ ഇതിനുള്ളിൽ ഉണ്ടാക്കിയത് എന്നാലോചിക്കണം. ആ റാക്കിമാരെ ഉണ്ടാക്കിയത് പിന്നെ വിളിച്ചിട്ട് ഇത് അടിച്ചറക്കൽ ചികിത്സയും ഈ രൂപത്തിലുള്ള വെള്ളം തെളിക്കലും അതുപോലെ ആദരാജിനോട് സംസാരിക്കൽ ഇസ്ലാം ഇതൊന്നും ശരിയല്ല, ഇതിനു വേണ്ടി ഒരു സംവിധാനം തന്നെ ഒരുക്കാൻ പാടില്ല എന്ന് ഒരു തവണ പോലും പറഞ്ഞിട്ടുമില്ല. ഈ ക്ലിപ്പുകൾ മാത്രം ഇതിൽ കേൾക്കുകയാണെങ്കിൽ മാഷാ അല്ലാഹ് ഒന്ന് കേട്ടു. പിരിച്ചു വിടുന്നതിന്റെ മുമ്പ് ഒരറിയിപ്പാണ്, അതങ്ങനെ തന്നെ അവസാനിപ്പിക്കാം. ഇവിടെ നമ്മുടെ ഈ പരിപാടി അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ സംഘടനാ രംഗത്ത് നല്ല ഒരു തീരുമാനവും അതുപോലെ തന്നെ ഭാവിയിലുള്ള നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ ഒരു തുറസായ ഒരവസ്ഥയും ഒക്കെ ഉണ്ടാക്കുന്നതിൽ ഇന്നത്തെ സംഗമം വളരെ സഹായകമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നമ്മുടെ എല്ലാ പണ്ഡിതന്മാരുടെയും ഒക്കെ സംസാരത്തിൽ വന്ന ഒരു വിഷയം, അതിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി, നമ്മുടെ സംഘടനാ മെമ്പർഷിപ്പോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാള്, അദ്ദേഹമാണ് മെയിലിലൂടെയും മറ്റുള്ള കാര്യങ്ങളിലൂടെയും ഒക്കെ ഇത് പ്രചരിപ്പിക്കാറുള്ളതും പലപ്പോഴും ആ നിലക്കുള്ള CD-കളും ആളുകളെ വിതരണം ചെയ്യിപ്പിക്കലും അതുപോലെ തന്നെ ഇതുപോലുള്ള അടിച്ചറക്കൽ പോലെയുള്ള സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അത്തരം ഒരു വ്യക്തി ഈ ഒരു കൗൺസിൽ അവിടെ നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ കൗൺസിൽ കഴിയുമ്പോൾ സ്വാഭാവികമായും ഇതിന്റെ ശരിയായ രൂപത്തിലേക്ക് ഉള്ളതുപോലെ സ്വീകരിക്കാനും അന്ധവിശ്വാസത്തെ അന്ധവിശ്വാസമായി കാണാനും വിശ്വാസത്തെ വിശ്വാസമായി കാണാനുമുള്ള ഒരു ആർജവമുള്ള കൗൺസിലർമാരായിട്ട് ഇവിടുന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുതിർന്നവരും ഇളയവരും അതുപോലെ തന്നെ യുവാക്കളും സ്ത്രീകളും ഒക്കെ
ഇവിടെ നിന്ന് പൂർവോപരി സജീവമായി പുറത്തിറങ്ങും. ഇത്തരം ഷെറുകൾ ഈ നാട്ടിൽ നടത്താൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പുതിയ സീഡിയുമായി ഇവിടുന്ന് ഇറങ്ങുന്ന ആളുകളെ വസ്വാസാക്കുന്നതിന് വേണ്ടി ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട് എന്നൊരു വിവരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ ആളെ തിരിച്ചറിയണം. അതുപോലെ തന്നെ അത്തരം ആ ആളുകളെ നമ്മൾ തിരിച്ചറിയുകയും അവർ വിതരണം ചെയ്യുന്ന ആ സീഡികളോട് ആ രൂപത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയുള്ള സംഘടനക്ക് പുറത്തു നിൽക്കുന്ന ആളുകൾ ഇത്തരം വിഷയങ്ങൾ ഉപയോഗിക്കുകയും അത് അവസരത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാകുന്നത് കൊണ്ടാണ്, അതിന്റെ പിന്നിൽ ആളുകൾ കൂടുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് നമ്മൾ തിരിച്ചറിയുക, പ്രമാണത്തിലുള്ളതുപോലെ സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇതാരും പ്രാദേശികമായി അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതെ, കോടതികളാകാതെ അത് സംഘടനാ നേതൃത്വത്തെ ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രമാണപരമായ കാര്യങ്ങളിൽ അയഞ്ഞ നിലപാടുണ്ടായാൽ എവിടെ എത്തും എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് നമ്മുടെ മടവൂരികൾ. ഇതിൽ ഒരു കൂടുതൽ ഒരു ഒലിവുണ്ടായി എവിടെ പോയി കഴിഞ്ഞാൽ, തീവ്രതയുണ്ടായി പോയി കഴിഞ്ഞാൽ എവിടെ എത്തും എന്നതിന്റെ ഉദാഹരണമാണ് സുബൈർ മങ്കടയും അദ്ദേഹത്തിന്റെ വിഭാഗവും ഒക്കെ. ഇതിന്റെ ഇടയിലുള്ള ഏറ്റവും ശരിയായ ഒരു നിലപാടാണ്, പ്രമാണബദ്ധമായ നിലപാടാണ് നമുക്കുള്ളത്. എന്ത് വിഷയം ഉണ്ടെങ്കിലും മുജാഹിദ് പ്രസ്ഥാനം തുറന്ന പുസ്തകമാണ്. ഇനിയും നമുക്ക് ജമിയത്തുൽ ഉലമയോട് അന്വേഷിക്കാവുന്നതാണ്. അതല്ലാതെ മറ്റുള്ള രീതികൾ നമ്മൾ സ്വീകരിക്കരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു കൂട്ടായ്മ നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങൾക്കുള്ള സജീവമായ ഒരു പ്രവർത്തനമായി മാറ്റാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ നവംബർ 20 മുതൽ അതുപോലെ തന്നെ ഫെബ്രുവരി 20 വരെ ഈ ഒരു കോമൺ സെൻസ് സത്യത്തിൽ ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോണ്ടായ ഒരു പക്വത സത്യത്തിൽ നിലനിർത്തിയിരുന്നെങ്കിൽ ഈ ഒരു ഫിത്ന ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ഇത്ര ഇഖ്ലാസോടുകൂടി ഇദ്ദേഹം സംസാരിക്കുന്നു എന്ന് നമുക്കൊക്കെ തോന്നുന്നുണ്ടല്ലോ. പക്ഷെ ഇതിൽ ഇഖ്ലാസ് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ഇതേ വ്യക്തിയാണ് ഇതിന് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതേ വ്യക്തിയാണ് എന്ത് ചെയ്യണത്, ഇവിടെ പുറത്ത് ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ പുറത്ത് നമ്മളിറക്കിയിട്ട് കേരള മുജാഹിദീന്റെ തീരുമാനങ്ങൾക്കെതിരെ പറയണമെന്ന് പറയണത് അതിനെന്താ ഇവിടെ അതാന്ന് ചോദിച്ചാൽ. അപ്പൊ ഇഖ്ലാസ് എന്നതിന് പറഞ്ഞ് ഞാൻ അവിടെ കാപട്യം എന്ന് പറഞ്ഞു, കാപട്യമാണ് എന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നോട് പറയാം, പള്ളിയുടെ ഉള്ളിൽ വെച്ചിട്ട് പച്ചക്കളവ് പറയാൻ ഒരു ഉളുപ്പുമില്ലേ സാജിദ എന്നാ ചോദിച്ച്. ഈ വീഡിയോ നിങ്ങൾ കേട്ടില്ലേ? ഇത് ഇത്ര ഇഖ്ലാസോടുകൂടി സംസാരിച്ച വ്യക്തി അള്ളാഹുവിനെ ഭയപ്പെട്ടും ആത്മാർത്ഥമുള്ള മനുഷ്യനാണെങ്കിൽ പിന്നെ ഇതിനെതിരെ എന്നോട് പറയോ? ഈ കൗൺസിലിംഗിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളുകൾക്ക് കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷനാണ് കൊടുക്കുന്നത്. എന്നിട്ട് ആ കൊടുക്കുന്ന വ്യക്തിയാണ് പിന്നെ എന്ത് ചെയ്യണത്, നിങ്ങളോട് സംഘടനക്കെതിരെ ഇങ്ങനെ ക്ലിപ്പ് പറയുന്നതും. അതേപോലെ അവരുടെ ഉൽപ്പന്നമാണ് റുഖിയ ശർഈയുടെ വിഷയത്തിൽ റാക്കിയായി ഞാനും. അപ്പൊ ഈ അടിച്ചിറക്കൽ പോലെ ചികിത്സ എന്ന് ജമിയത്തുൽ ഉലമയുടെ വേദിയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പറയുന്ന വ്യക്തികൾ പിന്നെ അടിച്ചിറക്കാനുള്ള തെളിവ്, അതായത് പരസ്യമായി ജമിയത്തുൽ ഉലമ കേൾക്കെ ഈ അടിച്ചിറക്കലിനെ എതിർക്കുന്നു, എന്നാൽ രഹസ്യമായിട്ട് റാക്കിമാരെ സൃഷ്ടിക്കുന്നു, അടിച്ചിറക്കൽ കേന്ദ്രം ഉണ്ടാക്കുന്നു, സംഘടനക്കെതിരെ പ്രസംഗിക്കാൻ ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നു. അതാണ്. അപ്പൊ പിന്നെ ഇവര് ഇതിൽ നിന്ന് പിരിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ ഇതൊന്നും സത്യത്തിൽ ഈ വിഷയങ്ങളൊന്നും ഞാൻ തുടക്കത്തിൽ നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. അങ്ങനെ ചിന്തിച്ചെങ്കിൽ അന്ന് തന്നെ നമുക്ക് ഇതിനെതിരെ പറയാൻ തോന്നും. പക്ഷെ അന്ന് നമ്മുടെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സത്യത്തിൽ ഒരു വ്യാഴവട്ടക്കാലം കറങ്ങിത്തിരിഞ്ഞ് മാഷാ അല്ലാഹ് ഈ ഇസ്തിഹാനത്തുൽ ജിന്നിൻ്റെ വിഷയമാണ് ഞാൻ സ്റ്റാർട്ടിങ് പഠിച്ചത്. അത് PN-ൻ്റെ ഈ ലെറ്റർ വന്നപ്പോൾ എന്നെ ചിന്തിപ്പിച്ചത് തന്നെ. ഇങ്ങനെ ഒന്നല്ല അനവധി ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഈ കത്ത് ഞാൻ ഹക്കിലേക്ക് ഞാൻ അവരോട് പറഞ്ഞു, കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഞാൻ എന്നെ പുറത്താക്കി. ഈ കാലം അത്രയും മൗലവി നിങ്ങളെങ്ങനെ ദേവത്തെ നിർവഹിക്കുന്നത്, നിങ്ങളെ ക്ലാസ്സിന് കാണുന്നില്ലല്ലോ, എന്താ നിങ്ങളുടെ അവസ്ഥ, ചുറ്റുപാട് എന്നൊന്നും ഒരു നസീഹത്തോട് പോലും നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾക്കെതിരാവുന്ന ഒരു വാദം, അഥവാ ഇസ്ലാമിൽ ഉള്ള ഒരു വാദം ഞാൻ പറയുകയും പിഴച്ച വാദം ഇതാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ അത് ഞാൻ വേർതിരിച്ചു. ഞാൻ KNM-കാരനായിട്ടില്ല, KNM-ലേക്ക് ഞാൻ പോയിട്ടില്ല, KNM-കാരനെ വിളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും നിങ്ങൾ ഈ ഒരു വിഷയം വന്നപ്പോഴേക്ക് എനിക്കെതിരെ തിരിയാണല്ലോ. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ചെയ്ത്, ഒരു നാട്ടിലൊരു സമസ്തക്കാരൻ കള്ളു കുടിച്ചും അതേമാതിരി സിഗരറ്റും വലിച്ചും തെണ്ടിത്തരം നടത്തി നടക്കുക, അവൻ വല്ല മൗലിദിനോ കുത്തുബിയത്തിനോ ഒക്കെ പങ്കെടുത്താൽ ആ നാട്ടിൽ അവൻ വലിയ സുന്നിയാണ്. അവൻ പിറ്റേ ആഴ്ച മുജാഹിദ് പള്ളിയിൽ കണ്ടാലോ അവനില്ലാത്തൊരു കുറ്റം ഉണ്ടാവില്ല. അതേ അവസ്ഥയുള്ളപ്പോൾ നിങ്ങൾ കാണിക്കണത് ഇത്രയും കാലം നിങ്ങളെ കൂടെ നിന്നിട്ട് ഈ അടിച്ചിറക്കലും ഈ രൂപത്തിൽ ജിന്നോട് സംസാരിക്കലും ഈ രൂപത്തിൽ ഉള്ള എല്ലാ തരത്തിലുള്ള അബദ്ധവിശ്വാസങ്ങളും റുക്കിയകളിൽ പല നിലക്കും ഖുറാൻ്റെയും പ്രാർത്ഥനൻ്റെ ദിക്റിൻ്റെ ഇടയിലൂടെയാണ് തജ്രീബിൻ്റെ അടിസ്ഥാനത്തിൽ, ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നമുക്ക് കിട്ടിയ ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് ചെയ്തിട്ട് അപ്പോഴൊന്നും നിങ്ങൾക്ക് നമ്മളൊരു നസീഹത്തുമില്ല, ഒരു ഉപദേശമില്ല, ഒന്നുമില്ല. ഇപ്പം നിങ്ങൾക്കെതിരെ നമ്മൾ പറഞ്ഞപ്പോൾ ഇസ്തിഹാനത്തുൽ ജിന്ന് ഷിർക്കാണ്, വസീയത്ത് ഷിർക്കല്ല, ഹറാമാവുന്നത് ഖുർആൻ കൊണ്ട് സ്വഹീഹ് ഹദീസ് കൊണ്ട് തെളിവില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ എൻ്റെ ശത്രുക്കളായി മാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഗുണകാംക്ഷയുള്ളത്? നിങ്ങളെ പിന്നീട് ദീനല്ല എന്ന് ഞാൻ അവരോട് ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന ആളുകളിലും സാജിദ് എന്തോ ഭൗതിക താല്പര്യത്തിന് വേണ്ടി ഇതിലേക്ക് മാറി
അതേപോലെ തന്നെ അല്ലെങ്കിൽ ഇവരെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, എന്തെങ്കിലും ഓഫർ കിട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്ലിപ്പുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ തെറ്റിദ്ധരിച്ചോട്ടെ. പക്ഷേ എന്നെപ്പോലെയുള്ള ഉൽപ്പന്നങ്ങളെ സൃഷ്ടിച്ച് ഈ മഹത്തായ തൗഹീദി ആദർശത്തിൻ്റെ നിർഭയത്വമുള്ള ഈ ആദർശത്തിൽ ശരിക്കും അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളും കടത്തിക്കൂട്ടി ലന്നുകളെ പിന്നാലെ ഒരു സമൂഹത്തെ നയിപ്പിക്കാൻ കാരണക്കാരായ ആളുകൾ അതിന് നാളെ പരവത്ത് മറുപടി പറയേണ്ടി വരും, ഒരു സംശയം അതിലില്ല. അത് ഞാൻ മാറിയത് എൻ്റെ ഭൗതിക താല്പര്യത്തിലാണ് എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പവും എനിക്കില്ല. അതിനാണ് ഞാൻ വ്യക്തമായി പറഞ്ഞത്, പകുതിയിലേറെ ആളുകൾ എൻ്റെ അടുത്ത് വരുന്നത് വിസ്ഡം വിഭാഗത്തിൽ നിന്നാണ്. കാരാപറമ്പ് ഈ പറഞ്ഞ മർക്കസിൻ്റെ സ്വലായി ടീമിൻ്റെ ആളുകളുടെ നിന്നാണ്, പിന്നെ ഖുറാഫിയിൽ നിന്നും വരുന്നുണ്ട്. എനിക്ക് സത്യത്തിൽ എൻ്റെ ഉപജീവന മാർഗ്ഗം നിലനിൽക്കുമെങ്കിൽ, ഇത് ബിസിനസ്സിലാണെങ്കിൽ ഞാൻ സത്യത്തിൽ അവരെ പറയാതിരിക്കല്ലേ വേണ്ടത്. കാരണം എനിക്കെല്ലാം നഷ്ടപ്പെടില്ല. ഒരു കേന്ദ്രമാരൻ്റെ അടുത്ത് വരുമോ? ഒരു കേന്ദ്രമാരൻ ഇതിന് വരൂലല്ലോ. അവരെ ബുദ്ധിമുട്ടുണ്ടായാൽ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, അവരെ വേദികളിൽ, അവരുടെ ക്ലാസ്സുകളിൽ. അതുപോലെ നമ്മളെ ഭാര്യമാരും നമ്മളെ മക്കളും ഈ പറഞ്ഞ കത്തിമാരുടെ ഭാര്യമാരും മക്കളും പോയി ഇരുന്നിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു വിശ്വാസത്തിലേക്ക് അവർ എത്തൂലായിരുന്നു. പക്ഷെ ഞങ്ങളെ പഠിപ്പിച്ചെന്തായാലും സലഫിയത്തില്ല, ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയ ഇസ്ലാഹിയത്തെ വിൽക്കുള്ളൂ. സ്വലാഹി പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, സൊലാഹി റഹ്മാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഇസ്ലാഹിയത്ത് എന്ന് പറയുന്നത് ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയതാണ്, ഒറിജിനൽ ദീന് സലഫിയത്താണ്. അപ്പോൾ സലഫിയത്ത് ഇല്ല അവർക്ക്, സലഫിയത്ത് ജിന്ന് പിശാച് നോക്കിയ വിഷയത്തിലൊന്നും സലഫിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൽമ നേടണം. ഇൽമ നേടണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഈ പറഞ്ഞ പല പണ്ഡിതന്മാരുടെ വഴികളിലേക്കൊക്കെ. ഇപ്പോൾ കെഷ്ഫിന് തെളിവ് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി കെഷ്ഫ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, റുക്കിയയിൽ കെഷ്ഫ് നോക്കിയിട്ടുണ്ടോ? ഇല്ല. റുക്കിയയിൽ അദ്ദേഹം കെഷ്ഫ് നോക്കിയത് ഇവിടെ ഇല്ല. പിന്നെ അദ്ദേഹം കെഷ്ഫ് നോക്കി എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, റഫായികളുമായിട്ട് മുഖാത്തം നടത്താൻ വേണ്ടി പോയ സമയത്ത് അവർ നഗ്നരായിക്കൊണ്ട് തീയിലൂടെ നടക്കുമെന്ന് പറഞ്ഞു. നഗ്നരായി തീയിലൂടെ നടക്കും, അതുപോലെ താങ്കളും നടക്കണം. അപ്പോൾ അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഫക്ഷിഫ്ലന, അള്ളാഹു നീ എനിക്ക് കശ്ഫ് നൽകണേ. അല്ലാഹുമ്മ വഹ്ലുർലന, അള്ളാഹു ഈ കാര്യം നീ എന്ത് ചെയ്യണം, പ്രസൻ്റാക്കി തരണേ. അള്ളാഹു വബുത്തില്ലന, അവരുടെ വ്യാധങ്ങളെ നീ നശിപ്പിക്കണേ. അള്ളാഹു വഫ്സുദില്ലന, എനിക്ക് നീ പ്രൊട്ടക്ഷൻ നൽകണേ എന്നീ ഇബ്നു തൈമിയ്യ ദുആ ചെയ്തിട്ട് ചെന്ന ഉടനെ തന്നെ അദ്ദേഹത്തിന് കശ്ഫ് കിട്ടി. കശ്ഫ് കിട്ടി അദ്ദേഹം പറഞ്ഞത്, ഞാനും തീയിലൂടെ നടക്കാം, അവരും തീയിലൂടെ നടക്കുന്നത് പോലെ. പക്ഷേ അതിനു മുമ്പ് 2 പേരും താളി ഉപയോഗിച്ച് ശരീരം നന്നായി തേച്ച് കുടിക്കണം എന്നാണ്. അങ്ങനെ അവർ പരാജയപ്പെട്ടു പോയി എന്നാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ രാജാവ് ചോദിച്ചു, എങ്ങനെയാണ് അവർ പിന്നെ പരാജയപ്പെട്ടത് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവർ തവളക്കൊഴുപ്പും ചെറുനാരങ്ങയുടെ ഒരു നീരും ഉപയോഗിച്ച് ശരീരത്തിൽ പുരട്ടിയിട്ടാണ് തീയിലൂടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനത്തെ ഒരു അറിവ് ആദ്യമേ അറിയില്ലായിരുന്നു, പക്ഷെ അത് കശ്ഫിലൂടെ കിട്ടിയതാണ്. അതല്ല, ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നത്, അക്വാലുൽ ഉലമാ, പണ്ഡിതന്മാരുടെ അഭിപ്രായം ലൈസബിൽ ഹുജ്ജ, അത് ഒരിക്കലും തെളിവല്ല. ഈ കേരളത്തിൽ പണ്ഡിതന്മാരുടെ വാക്കുകൾ പിന്നെ അങ്ങനെ വിഴുങ്ങി തക്കലീദ് എന്ന് പറയുന്നത്, തക്കലീദ് ആമ, അന്ധമായ അനുകരണം നടത്തുന്ന ഒരു വിഭാഗത്തെ സംസ്കരിച്ചെടുക്കുകയും ഉലമാക്കളെ കൗലിൽക്കല്ല ഖുർആനും സുന്നത്തിലേക്ക് മടങ്ങണം എന്ന് പഠിപ്പിച്ച നമ്മളിപ്പോ ഇബ്നു തൈമിയ്യ പോലത്തെ ആളുകളുടെ കൗലിൽ ഇതിപ്പോ ഇതിനൊരു തെളിവും ഒരു കശ്ഫ് ഉണ്ടാവുന്നത് മുൻഗാമികളിൽപ്പെട്ട നല്ല പിന്നെ പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ് പാര് ഇവരൊക്കെ. അവരുടെ വിഷയങ്ങളിൽ പോലും ഈ നിലപാടിലെത്തിയിട്ട് അവസാനം അവരെ എങ്ങോട്ടെത്തി. കേരളത്തിലെ ജബ്ബാർ മൗലവി മരണപ്പെട്ടുപോയ ജബ്ബാർ മൗലവി എഴുതിയ ആ ഒരു വാദത്തെ പോലും എന്ത് ചെയ്തു, ഇപ്പം അവർ പിൻപറ്റിയാണ്. ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യ വലിയ ഉലമാക്കളാണ് നിൽക്കുക, ആ ഉലമാക്കളല്ല കേരളത്തിലെ സാധാരണ ഒരു പിന്നെ അബ്ദുൽ ജബ്ബാർ മൗലവിന്റെ കൗല് വരെ ഇപ്പോൾ തക്ലീദ് ചെയ്യല്ലേ, അതിപ്പോ പുതിയ കായികണ്ടായി സ്ഥിരപ്പെടുത്തി നിൽക്കല്ലേ അവർ ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഈ റുഖിയ ചെയ്യുന്ന ഈ അവസരങ്ങളിൽ ഞാൻ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുറാഫികൾ, അത്തരം അന്ധവിശ്വാസികൾ, അവരൊക്കെ ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകും, ഉറപ്പാണ്. പക്ഷെ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആണും പെണ്ണും, അതായത് മുജാഹിദുകളായിട്ടുള്ളവർ, അവർ അമ്ന് നഷ്ടപ്പെട്ട രൂപത്തിൽ വിസ്തത്തിൻ്റെ അനുയായികളായി മാറുകയും അവരുടെ ഈ ഉത്ബോധനം കേൾക്കുകയും ചെയ്തിട്ട് അമ്ന് നഷ്ടപ്പെട്ടവരായിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് ചെയ്തിട്ടുണ്ട് അവരുടെ ഇവിടെ വന്നിട്ട് ആളുകളെ പരിശോധിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു കേസിൽ ഞാൻ പറഞ്ഞില്ല, വിസ്ഡം നമ്മുടെ നാട്ടിലെ പരിസരത്തുള്ള സജീവമായ വിസ്ഡമിൻ്റെ ഒരാളായിരുന്നു. അയാൾ ഒരു ഖുറാഫി കുടുംബത്തിനാണ് വിവാഹം കഴിച്ചത്. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ വിവാഹം കഴിച്ചത് രണ്ടാമത് വിവാഹം കഴിച്ചാണ്. അപ്പോൾ ആ രണ്ടാമത് വിവാഹം കഴിച്ച അദ്ദേഹം പിന്നെ ഈ ഇതേപോലെ ഭയങ്കര പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുള്ള അയാൾ വരുമ്പോൾ അവൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല, ദേഷ്യം പിടിക്കാൻ തോന്നലാന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ഓതിയ സമയത്ത് അത് ഇറിറ്റേഷനായി ഇളകി സംസാരിച്ചപ്പോൾ അവളെ പഴയ അമ്മായിമാൻ്റെ പേരാണ് പറയണത്. അവരാണ് അമ്മായിമാൻ്റെ പേര് പറയാണ്, പാത്തുത്ത എന്തോ പറഞ്ഞ് വിളിച്ച് പറയാണ്. അപ്പോൾ ഇദ്ദേഹം എനിക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് തരികയാണ്. എന്ത് അത് ഈ അമ്മായിമ്മ ഭയങ്കര ഖുറാഫിയായിരുന്നു, അവരെന്തായാലും സീർ ചെയ്യും.
അവർ ആദ്യത്തെ 3 കൊല്ലമെന്ന് പറഞ്ഞപ്പോൾ ഷെയ്ത്താൻ കറക്റ്റാണ്. അപ്പം ഷെയ്ത്താനിന്ന് വാർത്ത സ്വീകരിച്ച വിശുദ്ധ പ്രവർത്തകൻ അതാ പറഞ്ഞത് 3 കൊല്ലമാണ്, അത് കറക്റ്റാണ്. കാരണം എന്ന് പറയാണ് ഇയാൾ പറയാണ്. അപ്പം നമ്മളും പറഞ്ഞെടുത്ത് ഊഹം വേണ്ട, പക്ഷെ സിഹർ ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ശത്രുക്കൾ ചെയ്തേക്കാം, പക്ഷെ അവരാണ് നമുക്കൊരു ഉറപ്പൊന്നുമില്ല. ഇനി ആണെന്ന് ക്ലിയർ ആയാൽ പോലും നിങ്ങൾ അവരുമായി ബന്ധം ഇതാക്കാൻ അവർക്കെതിരെ പ്രാർത്ഥിക്കാനോ നിൽക്കരുത് കേട്ടോ എന്ന് നമ്മൾ പറഞ്ഞിട്ട് പോലും അവരെ ഭാര്യ ആ വിഷയത്തിൽ എന്താണ് ഇപ്പോഴും വിശ്വാസത്തിലാണ്. അതായത് ഷെയ്ത്താനിൽ നിന്ന് ഹാളിറായ ഷെയ്ത്താനിൽ നിന്ന് വിവരം ശേഖരിച്ച വിശുദ്ധ പ്രവർത്തകൻ. അതാണ് ഇവര് ഈ അമ്മായിമ്മ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കുഴിച്ചിടുന്നതോ അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി വെക്കുന്നതോ നേരിട്ട് കണ്ടിട്ടല്ലേ സംസാരിക്കുന്നത്. അങ്ങനെയാണ് പറയാം, അവൾ വെച്ച് കണ്ടത് ഞാൻ കണ്ടു, സിഹറിന്റെ വസ്തുക്കളാണ്, അതുകൊണ്ടായിരിക്കാം എന്ന് ഊഹിക്കാമെന്ന് കാണാൻ. ഇതൊന്നുമില്ല, ഇത് വെറുതെ ബോഡിയിൽ ഹാജരായ ഷെയ്ത്താൻ സംസാരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് പറഞ്ഞത് വിശ്വസിക്കുകയാണ്. അങ്ങനത്തെ എത്രയോ ആളുകൾ ഇതുപോലെ തന്നെ ഈ അനുസരിക്കാത്ത ജിന്നുകൾ ഉണ്ടാവില്ല, അതിനോട് എന്തായിരിക്കും എന്താ പോവാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞത്. അത് അവരതിന് നമുക്ക് പഠിപ്പിച്ചു തന്ന വിഷയം എന്താ വെച്ചാൽ അവരോട് ഉഹ്റജ് അത് വല്ലാന്ന് പറയണം, എന്നാൽ ശത്രു നീ പുറത്തു പോകുന്നു പറയണം. പിന്നെ എന്ത് ചെയ്യണം, ആദം സന്തതിയിലെ ശരീരത്തിൽ കയറി ഹറാമാണ് എന്ന് അവരോട് പറയണം. അവർ വിസമ്മതിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവരെ അടിക്കണം എന്നാണ്. അത്തരത്തിൽ അടിച്ചിട്ടും ചില കേസുകളിൽ പോകാത്ത വിഷയങ്ങൾ വരുമ്പോഴാണ് അവരെ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ ആയത്ത് ഓതിയിട്ട് അവരെ ചെങ്ങലക്കിടാൻ വേണ്ടിയിട്ട് നീയത്താക്കാൻ വേണ്ടി. ചെങ്ങലക്ക് അതായത് ഒരു രോഗിയെ ഇരുത്തിയിട്ട് നമ്മൾ നീയത്താക്കുകയാണ്. നീയത്താക്കിയിട്ട് പിന്നെ നിങ്ങൾ ഓതുന്ന സമയത്ത് രൂപങ്ങൾ കാണുന്നുണ്ടോ എന്താ ചോദിക്കുക, രൂപങ്ങൾ കാണുന്നുണ്ടോ ചോദിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഈ ആയത്തുകൾ എങ്ങനെ ഓതും, ഇൽമിൻ്റെയും കുദ്റത്തിൻ്റെയും നൂറിൻ്റെയും ഇതൊക്കെ ആയത്തുകൾ ഓതും. ഈ ആയത്തുകൾ ഓതുന്ന സമയത്ത് അവർ പറയും ഒരു മുടിയിട്ട രൂപം കാണുന്നുണ്ട് അല്ലെങ്കിൽ കറുത്ത രൂപം കാണുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ആ രൂപം കാണുന്നുണ്ടെങ്കിൽ അത് വ്യക്തമാകുന്നുണ്ടോ നോക്കുക. അപ്പോൾ വ്യക്തമാകുന്നുണ്ടോ നോക്കാൻ പറയും, ഒന്നും കൂടി നോക്കാൻ പറയും. അതിന് വേണ്ടി വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഇഖ്റ കിതാബ് ഫാബി നഫ്സിക്കൽ യൗമ അലൈക ഹസീബ എന്ന് പറഞ്ഞ ആയത്തോതും. അതുപോലെ പിന്നെ ഹദീദ് കണ്ണുകൾക്ക് മൂർച്ച കിട്ടുന്ന ആയത്തുകൾ ഒന്നും കൂടി ഓതും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം, ഇവരെ ഉൾക്കണ്ണുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ആ കണ്ണുകൾ കാഴ്ച കിട്ടുമ്പോൾ അവർ പറയും വ്യക്തമായിട്ട് കാണുന്നുണ്ട്, ഒന്നാണോ എത്ര ഉണ്ട് നോക്കി. അങ്ങനെ എണ്ണങ്ങൾ നോക്കിയിട്ട് ഈ ചിലവർ പറയും 5 ഉണ്ട് 10 എന്നൊക്കെ പറയും. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, ഒന്നിച്ച് ചങ്ങല വേണമെന്ന് വീഴാൻ വേണ്ടി നീയത്താക്കുകയാണ്. നീയത്താക്കിക്കൊള്ളി നമ്മൾ ആയത്തോതും അൻസൽ ഹദീദ് ഫീ ബഅസുൻ ശദീദ് വമനാഫിഉ ലിന്നാസി ഖുദൂ ഫഉല്ലു എന്ന ആയത്തുകൾ. അതുപോലെ മറ്റുള്ള ആയത്തുകളൊക്കെ ഉണ്ട്, വജല്ലല അലാ ഫി അനാഖി വസലാസിലി യസ്ഹബൂൻ. ഈ ആയത്തുകളൊക്കെ ഓതിക്കഴിഞ്ഞാൽ അവരുടെ ദേഹത്തിൽ ചങ്ങല വീഴുന്നതാണ്. ചിലത് വീഴൂല, അപ്പോൾ വീഴുന്ന ഇവർ പറയാണ്. ഇതാണ് നമ്മളെ വിശ്വാസം. നമ്മൾ ഈ റാക്കിയായ നമ്മളും ആ വല്ലിനെ യക്കീൻ ചെയ്യാണ്. അവർക്ക് കിട്ടുന്ന വിഷ്വൽ ഇമേജുകൾ അള്ളാഹുവിനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അവരും വിശ്വസിക്കുന്നു. എന്നിട്ട് അതിന്റെ പിന്നാലെ പോവാണ്. എന്നിട്ട് അവർ ചങ്ങല വീണു. ശരി, വീണ് കഴിഞ്ഞിട്ട് ഹുജ്ജത്ത് സ്ഥാപിക്കുകയാണ്. യാ മാഷറൽ ജിന്ന് മാലക്കുലാത്തം തിക്കോ, നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ജിന്നുകളെ ചോദിക്കുകയാണ്. എന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്താ അവർ പറയുന്നത് നോക്ക്. അപ്പോൾ ഒരു കണ്ണടച്ചിട്ട് പറയും, ഒന്നും മിണ്ടുന്നില്ല ഇല്ലേ, വീണ്ടും പറയും. വീണ്ടും ഞാൻ ഇവിടുന്ന് പറയാണ്. അപ്പൊ ഇവരിലേക്ക് ഈ മെസ്സേജിൽ എത്തിക്കുകയാണ് ഞാൻ ഇവർ വഴി. ആലോചിച്ച് നോക്കുക, ഇവരത് കാണുകയാണ് ഇവരെ കണ്ടുകൊണ്ട്. അങ്ങനെ 2 തവണ പറഞ്ഞപ്പോൾ ചില ആളുകൾ ഷാത്തികൾ ചൊല്ലും. എത്ര ആൾ ചൊല്ലിയിട്ട് 2 ആൾ അവരെ മാറിക്കാൻ നീയത്താക്കുക. അപ്പൊ എന്തായി, അവരെ ഇതിൽ മറ്റേ ആയത്തുണ്ടല്ലോ സുഹൃത്ത്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അതിൽ പറയുന്നുണ്ട് അല്ലാഹു തആല അവിടെ മുറിക്കുമെന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, എണ്ണം തിട്ടപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞിട്ട്. അതായത് പിന്നെ സൂറത്തുൽ വാഖിയയിലൊരു ആയത്തുണ്ട്, അതായത് കുല്ലിനൽ അവ്വലീന വൽ ആഖിരീന ലമജ്മൂന ഇലാ മീഖാത്തി യൗമിൻ മഅലൂം, എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടുന്ന ആയത്ത്. പിന്നെ അവർ ഫറക്കാനുള്ള ആയത്ത്. അപ്പോൾ ഇവർ മാറിക്കും, മറ്റേ 2 ആളുകൾ ബാക്കിയുണ്ടാവും. വീണ്ടും ഒന്നും കൂടെ ശാത്തിലും മെല്ലിക്കും, അവർ ധിക്കരിച്ച ആളുകളെ ആ ചങ്ങല പഴുത്തിട്ട് കത്താൻ നീയത്താകും. കരിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹു കരിക്കുക, നമ്മൾ കരിക്കാൻ നീയത്താക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതെ, എന്നിട്ട് എന്ത് ചെയ്യാം, തൽഫൂജുഹും ഫിഹാ ഖാലിദൂൻ ഓതും. അതേപോലെ ഓതും. അതേപോലെ ഓതും. ഈ കഷ്ണങ്ങൾ ആവർത്തിച്ച് അപ്പോൾ കത്തുന്നു കരിയുന്നു പറയും. റിയലി അടുത്തിരിക്കുന്നവരൊക്കെ അത്ഭുതപ്പെടുകയാണ്. അടുത്തിരിക്കുന്ന ആളുകൾ ഒരു മോലിയാരെടുത്ത് പോയിട്ട് ആ മോലിയാർ ഈ മറിഞ്ഞ കാര്യം പറയുമ്പോൾ അടുത്തിരിക്കുന്ന ഖുറാഫികൾ അത് പറഞ്ഞ് എത്ര ശരിയാണെന്ന് പറയുന്ന പോലെ ഇവർ അത്ഭുതപ്പെടുകയാണ്. ഈ അത്ഭുതപ്പെടുന്ന നമ്മൾ അവർക്ക് തൗഹീദും നല്ല ലാസ്റ്റ് നല്ല ക്ലാസ്സൊക്കെ കൊടുത്തിട്ടാണ് വിടുന്നത്. പക്ഷേ ഈ പ്രവൃത്തി നമ്മൾ ചെയ്യുക വഴി ഇവരെ മനസ്സിൽ സത്യത്തിൽ ഉണ്ടാകുന്നത് അന്ധവിശ്വാസം വർദ്ധിക്കുകയല്ലേ.
വർദ്ധിച്ചു വരാണല്ലോ. ശിർക്കും കുഫ്റാണ്. അതെ. അപ്പൊ ഇനി ഇത് നാളെ ക്ലിപ്പ് ഇടുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ ഇത് അറിയിക്കുമ്പോൾ വിസ്ഡം വിഭാഗം പറയുന്നത് ഞങ്ങളൊന്നും ഇതിന് ഉത്തരവാദികളല്ല, ഞങ്ങളൊന്നും അങ്ങനത്തെ ഒരു സംഗതിയും പറഞ്ഞിട്ടില്ല. ശരിയാണ്, ഈ തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ റാക്കിമാർ ചർച്ച ചെയ്തതും ക്ലാസ്സുകൾ കേട്ടതുമായി സംഗതി അവർ പറഞ്ഞിട്ടില്ലെങ്കിലും ഇതിനു മുമ്പ് അതിൻ്റെ സൂചനകൾ മുഴുവൻ നൽകിയതാരാ? ഈ പറഞ്ഞ ഇബ്നു തൈമിയ ജിന്നിറക്ക ശൈഖിനെ വിട്ടതും ചെരുപ്പോണ്ട് അടിച്ചതും ജിന്ന് തട്ടിക്കൊണ്ടതും അതേപോലെ തന്നെ ഇൽഹാം റുഇയ എന്ന് പറഞ്ഞ വിഷയത്തിൽ ദൗറ നടത്തിയതും ഒക്കെ വരല്ലേ? അതേപോലെ ഒരു ഷെയ്ഖ് പറഞ്ഞു ഇങ്ങോട്ട് കയറിക്കോന്ന് പറഞ്ഞപ്പോൾ തീ കത്തിയതൊക്കെ ഇന്നും ആ അധ്യാപകരാണ്, ഇന്ത്യയിലെ അധ്യാപകരാണ്. അപ്പൊ ഇതൊക്കെ അവർ പറഞ്ഞാൽ മതിയല്ലോ. ഈ ഡോർ ഓപ്പൺ ആക്കി അതെ. ഈ പുസ്തകം വായിച്ചപ്പോഴാണ് ഇതിൽ പറയുന്നത് വിലാദ് തൗഹീദിന്റെ നാട്ടിലേക്ക് പോലും ഷിർക്ക് കടന്നു വരാൻ കാരണമായത് റുക്കിയയുടെ മറവില്ല മന്ത്രവാദമാണ്. ഇത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്താ, വിലാദ് തൗഹീദ് നാട്ടിൽ വന്നെങ്കിൽ നമ്മളെ വിശ്വാസത്തിൽ വരില്ല എന്ന് എന്തൊരു ഉറപ്പുള്ളത്? വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്ത് ഓപ്പൺ ഈ അടച്ച ഡോറ് ചവിട്ടി പൊളിച്ച് മൂരി പിഞ്ഞാണക്കളി കയറിയതുപോലെ പൊളിച്ച് കയ്യിൽ തന്നിട്ട് എല്ലാവരും സ്വതന്ത്രമായി ചിന്തിക്കാൻ അവസരം തന്ന് എല്ലാവരും പല ഭാഗത്തും പലതും പഠിച്ച് എന്നാൽ ഇത് ഏതൊക്കെയാണ് ശരി ഏതൊക്കെ തെറ്റെന്ന് ആയിരക്കണക്കിന് ദൗറ നടത്തിയിട്ട് ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടോ ഞങ്ങളെ പോലത്തെ റാക്കിമാരെ വിളിച്ചിട്ടോ ഒരു ക്ലാസ് വരെ തന്നിട്ടുണ്ടോ? പാടില്ലാത്തത് പാടുള്ളത് അത് പറയണ്ട. റുക്കിയ അംഗീകരിക്കുന്നവർ ചികിത്സ അംഗീകരിക്കുന്നവരുമാണ് ഇവർ. ശരി, അതിന് തെളിവില്ലെങ്കിലും അത് അംഗീകരിക്കുന്ന ഇവർ ഏതൊക്കെയാണ് ഹക്ക് ഏതൊക്കെയാണ് ബാത്തില് ഇതിൽ ഏതൊക്കെയാണ് ചെയ്യേണ്ടത് പറഞ്ഞിട്ട് പോലുമില്ല. ചുരുക്കി പറഞ്ഞ ഖുർആൻ സുന്നത്തനുസരിച്ച് റുഖിയ അവർ പഠിപ്പിച്ചില്ല. ഖുർആൻ സുന്നത്തനുസരിച്ച് റുഖിയ പഠിപ്പിച്ച KJ തള്ളിക്കളയും ചെയ്ത് മാത്രമല്ല അതിനെതിരെ പ്രബന്ധം തയ്യാറാക്കി ഒപ്പിടിപ്പിച്ച് പുസ്തകങ്ങൾ ഇറക്കി ഞങ്ങളെപ്പോലത്തെ ആളുകളെ അയച്ചുവിട്ടു. മാത്രല്ല ഒപ്പിട്ട് കൊടുത്തിരുന്നു എന്നുള്ള ഒപ്പിട്ട് അത് ലംഘിക്കുകയും ചെയ്ത് അത് അയ്യപ്പനൊപ്പം പിന്നീട് സംഭവിച്ചതാണ്. പിന്നെ ഇതില് ഈ അതിൽ പോലും ജിന്നുകളുള്ള സഹായത്തേട്ടം ഷിർക്കാണ്. അതും മാറ്റിയല്ലോ. ഈ ഏലസ് മറ്റു കുഴിച്ചിടൽ ഇങ്ങനത്തെ ഇതിന്റെ ഇതുണ്ട്. അത്തരം കാര്യങ്ങള് പിന്നെ ഈ ബാധനോട് അന്വേഷിക്കുക അല്ലെങ്കിൽ അതിനെങ്ങനെ കണ്ടെത്തുന്ന അങ്ങനെ ആദ്യ സമയത്തൊക്കെ അത് നമ്മൾ ചെയ്തിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ മുഹാത്തബ പിന്നെ എന്താണ് പരിധി വിടാത്ത രൂപത്തിൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞെന്ന ഒരു ക്ലാസ്സുകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ എന്തായി മുഹാത്തബ കുറച്ച് കൂടുതൽ എവിടെ നിന്നാണ് കയറിയത്, പിന്നെ എന്താണ് എവിടെയാണ് സിഹറുള്ളത് എന്നൊക്കെ ചോദിച്ചിരുന്നു. സത്യത്തിൽ ആദ്യ സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു. പിന്നീട് നമുക്ക് തന്നെ അതൊക്കെ ചെയ്യുമ്പോൾ ഒരു കുറ്റബോധം പേടിയാണ്. പറയുമ്പോൾ നമുക്ക് ഇൽമൊന്നും ആരും പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിലും നമുക്കൊരു മുജാഹിദ് പ്രസ്ഥാനത്തിൽ ജനിച്ച് വളർന്ന ഒരു ഫിത്രത്തുണ്ടാവുമല്ലോ. ആ ഫിത്രത്തിൽ തൗഹീദിൻ്റെ ബോധം ഉണ്ടാവില്ല. എന്നിട്ട് അത്തരത്തിലുള്ള ചിന്തകൾ നമുക്കുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അത്തരത്തിലുള്ള കുറേ വഴികൾ ചെയ്തിരുന്നു. ഞാൻ മാത്രമല്ല ഈ പറഞ്ഞ ഇസ്ലാമിൽ ഉണ്ടായിരുന്നവരും പിന്നീട് അവിടുന്ന് ചിതറിപ്പോയപ്പോൾ പുറത്തു പോയവരുമാരെ ഇന്നും നിലനിൽക്കുന്നവർ ചെയ്തിരുന്നു, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല. അല്ല, ഇന്നിപ്പോ സുബൈർ ഡോക്ടറിൽ നിന്നാണ് നമ്മൾക്ക് ഇത് ആദ്യം കേൾക്കുന്നത്. ഈ രോഗിനോട് സിഹറിന്റെ വിശേഷങ്ങൾ അന്വേഷിക്കുക, ആരാണ് സിഹർ ചെയ്തതെന്ന് അന്വേഷിക്കുക. ഞാൻ ഷെയ്ഖ് ഫൗസാന് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. വകദാലികല്ലദി യുആലിജുൻ നാസ ബിൽ ഇസ്തിആനതി ബിൽ ജിന്നി വസുആലിഹിം അനിൽ മറളി ഔ അനില്ലദി സഹറൽ മരീള. രോഗിനെ പറ്റിയിട്ടോ രോഗത്തെ പറ്റിയിട്ടോ ഈ ബാധനോട് അന്വേഷിക്കുക, ചോദിക്കുക, അതുമായി ബന്ധപ്പെട്ട് സഹായം തേടുക എന്നുള്ളത് ഫദല്ല അല അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി ഷിർക്കുൻ അക്ബറാണ് എന്നാണ് അദ്ദേഹം അതിൽ സ്ഥാപിക്കുന്നത്. പറഞ്ഞത് ഇത് ഡോക്ടർ സുബൈറൊക്കെ ഇത് പറയുമ്പോൾ എന്തോരം അമൽ സ്വാലിഹാത്ത് ചെയ്യുന്ന പോലെയാണ്. ഷിർക്കുൻ അക്ബർ എന്ന് ലജ്ന ദായിമയും ഫൗസാനും പറഞ്ഞു കൊടുത്ത കാര്യമാണ് മൂപ്പർ ചെയ്തിട്ട് വലിയ സലഫിയത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് മൂപ്പർ വിചാരിച്ചിരിക്കുന്നത്. ഇതുപോലെ ബാക്കി എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ട് ഇത് തിരുത്തി കൊടുക്കേണ്ട അബൂബക്കർ സലഫി, ഫൈസൽ മുസ്ലിയാരെയും ആരിസി മുസ്ലിമിനെ പോലത്തെ ആൾക്കാർ ഇത് പ്രൊമോഷനാണ് ഇതിനു വേണ്ടി നിന്നത് ആണ്. മാത്രമല്ല ഇതിപ്പോൾ ഷിർക്കുൻ അക്ബറാന്ന് ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് നെഞ്ച് ഇടിപ്പാണ് വരുന്നത്, നെഞ്ചിന് കൊള്ളിമീൻ പോലെയാണ്. പക്ഷെ അന്ന് ഇത് ഷിർക്കുൻ അക്ബറാണെന്ന് വായിച്ചാലും ഒരു പേടിയുണ്ടല്ലോ. കാരണം എന്താ, നമുക്ക് ഇപ്പുറത്ത് പറഞ്ഞിരുന്ന വിശ്വാസം എന്താ, ഹയ്യും ഖാദറും ആ ജിന്നിനോട് ആ ജിന്നിന് കഴിവിൽപ്പെട്ട് ചോദിച്ചാൽ ഷിർക്കാവില്ല എന്നാണ്. ഇസ്ലാഹ് മാസികയിൽ വായിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചെന്ന ഒരു കായിക അതാണല്ലോ. നമ്മൾ സമൂഹത്തിന് മനസ്സിലൊക്കെ മറുപടി പറയുമ്പോൾ സത്യത്തിൽ ആ വിശ്വാസം നമുക്ക് എന്തില്ല, മനസ്സിലില്ല. പക്ഷെ ഇത് വിവാദമായി വന്നപ്പോൾ ഈ കായികയിൽ ഇവർ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഉറച്ചു നിന്നിട്ട് ഈ സിദ്ധാന്തം തന്നെ മതിയല്ലോ ഇതിലേക്കൊക്കെ ഖിയാസാക്കാൻ. അപ്പം പിന്നെ ഞങ്ങളിത് പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പഠിപ്പിച്ചിടത്തോളം കാലം ഇതിലൂടെ ആ വഴിയിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താ, അയ്യോ മാത്രം ഹാദറായ ഒരു ഷെയ്ത്താൻ ഉണ്ടെങ്കിൽ ആ ഷെയ്ത്താൻ ഹാദറാകുമ്പോൾ ഒരു റാക്കിക്ക് ഒരു സാഹിറിന്റെ നീയത്തിലല്ലല്ലോ, റാക്കി എന്ന നീയത്തിലല്ല നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഖുറാഫി സമൂഹം, ഈ ഖബറാരാധന അതൊക്കെ നടത്തുന്ന ഖുബൂരി സമൂഹം
ജിന്നുബാധയുമായി ബന്ധപ്പെട്ട് മൊയ്ലാക്കന്മാരുടെയും തങ്ങന്മാരുടെയും പണിക്കന്മാരുടെയും അടുത്ത് പോയിട്ട് എന്തൊക്കെ ആവശ്യങ്ങളാണോ നിർവഹിക്കുന്നത് അത് സമാനമായ ആവശ്യങ്ങൾ വിസ്റ്റത്തിൻ്റെയും അതുപോലെ ദമാജി വിഭാഗങ്ങളുടെ അതായത് ജിന്നവാദി വിഭാഗങ്ങളുടെ ആളുകൾ ഈ വിസ്റ്റം റാക്കിമാരുടെ അടുത്ത് വന്നിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അതുപോലത്തെ ആവശ്യം. ഇപ്പോൾ എന്തിനാണ് ഒരു പണിക്കരെടുത്ത് പോണത്? മാല നഷ്ടപ്പെട്ട് കിട്ടാൻ, കാണാത്ത സാധനം അറിയാൻ. ഇതറിയാൻ റാക്കിനടുത്തേക്ക് വരികയും ചെയ്യും. എന്താ പ്രശ്നങ്ങൾ അറിയാൻ, സിഹിർ ചെയ്തത് ആരാണ്, കണ്ണേർ ആരുതാണ്, അതറിയാനൊക്കെയുള്ള മറ്റൊരു പണിക്കരെടുത്ത് പോണത്. അതിന് പകരം നമ്മൾ റാക്കിമാരുടെ അടുത്തേക്ക് വരുന്ന ഒരു സിസ്റ്റം വിസ്റ്റം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, നമുക്ക് പറഞ്ഞ ഉദാഹരണം എന്താ, ഖബർ സിയാറത്ത് ഷിർക്കായ സിയാറത്ത് ഉണ്ടല്ലോ, തൗഹീദായ സിയാറത്ത് ഉണ്ടല്ലോ, സുന്നത്തായ സിയാറത്ത് ഉണ്ടല്ലോ. അതുപോലെ ഷിർക്ക് റുക്കിയ ഷറഇയ്യ, റുക്കിയ ഷിർക്കിയ ഉണ്ട്. അതുകൊണ്ട് റുക്കിയ ഷറയിലൂടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താലും നമ്മളെ നിയ്യത്ത് എന്താണെന്ന് നമ്മൾ നോക്കുക. നമ്മളെ നിയ്യത്ത് എന്താ നോക്കുകയാണ്. അപ്പോൾ ജിന്നോട് സംസാരിച്ചാലും അതേപോലെ സിഹറാണെന്ന് നമ്മൾ കൺഫേം ചെയ്താലും കണ്ണേറാണെന്ന് കൺഫേം ചെയ്താലും ഇന്നാളാണ് വെച്ചെന്ന് കൺഫേം ചെയ്താലും ഒന്നും പ്രശ്നമല്ല. എന്തുകൊണ്ടാണ് നമ്മൾ അവലംബിക്കുന്ന മാർഗം തൗഹീദിലൂടെയാണ്. അതാണ് സത്യത്തിൽ ഇപ്പോഴും റബ്ബന സ്തംതബാദനാബി ബാദിൻ എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ കോഴിക്കോട് വെച്ച് ഫൈസൽ മുസ്ലിയാർ അത് പറഞ്ഞല്ലോ, അഹ്ലു കുഫാറിൻ്റെ ജമീഉൽ കുഫാറിൻ്റെ വിഷയത്തിൽ പറഞ്ഞെന്താ, അഹ്ലു തൗഹീദ്. അപ്പൊ അവര് ഇങ്ങനത്തെ വാദങ്ങൾ അവരുടെ നാവിന് മുമ്പിൽ വരുന്നതുകൊണ്ടാണോ, ഉള്ളിൽ ഈ വിശ്വാസം ഉണ്ട്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയത് ഈ കുറഞ്ഞ മാസങ്ങൾ കൊണ്ടാണ്. ഈ കൂടുതൽ ഈ ജിന്നവാദ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ഈ ഖുറാഫി ലോകത്ത് കണ്ടിട്ടുള്ളത് കൂടുതൽ പ്രശ്നങ്ങൾ സെക്ഷൽ പ്രശ്നങ്ങളാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഏർപ്പെടുമ്പോൾ വേറൊരു സാധനം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ രൂപം വേറെ ഇടപെടുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കണ്ടിട്ടുള്ളത്. ഈ വിസ്റ്റം വിഭാഗത്തിൽ നിന്ന് വന്ന റുക്കൈ ചെയ്യിപ്പിക്കാൻ വന്നെന്ന് പറഞ്ഞ ആൾക്കാരില്ല, അവരാരെങ്കിലും ഇങ്ങനെ പ്രശ്നം ഉന്നയിച്ചില്ല? ഇതിൽ ഒരുവിധം പിന്നെ ആളുകളൊക്കെ, അതായത് തൗഹീദിലുള്ള നല്ല പ്രവർത്തന രംഗത്ത് ഉള്ള നല്ല ഇസ്ലാമിക ചിട്ടനുസരിച്ച് ജീവിക്കുന്ന, അതേപോലെ തന്നെ ഖുതുബ പറയുന്ന, ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്ന ആളുകൾ, അവരാണ് ഇപ്പോൾ നമ്മൾ അവരെ കണ്ടാൽ തന്നെ നല്ല ഒതുക്കും അച്ചടക്കമുള്ള കുട്ടികൾ. പക്ഷെ അവരെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും പേഴ്സണലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ പറയുന്നത് ഈ പറഞ്ഞ സെക്ഷൽ പ്രോബ്ലംസുകളാണ്. ഭാര്യയുമായിട്ട് ശാരീരികത്തിൽ സമാധാനത്തിൽ ഏർപ്പെടാൻ കഴിയുന്നില്ല, ഏർപ്പെടുമ്പോൾ വേറെ പല ചിന്തകളും വരിക. മിമ്പർമേൽ ഖുതുബ നിർവഹിക്കുന്ന ഒരാൾ പോലും ഞാൻ മിമ്പർമെന്ന് ഒഴിവാക്കുകയാണ്, എന്നോട് പറയുകയാണ് ഞാൻ ക്ലാസ് നിർത്തുകയാണ്, അതേപോലെ ഖുതുബ നിർത്തുകയാണ്. എന്താണെന്ന് ചോദിച്ചു. കാരണം എനിക്ക് ഖുശൂഇല്ല, എൻ്റെ ഖുശൂ നഷ്ടപ്പെടുകയാണ്. കാരണം ഞാൻ ഈ ജനങ്ങളുടെ മുമ്പിൽ ആയത്തോതി നല്ലത് പറയുന്ന എൻ്റെ രഹസ്യ ജീവിതത്തിൽ പോലും അനാവശ്യമായ തിന്മകൾ വരുന്നു, മൊബൈൽ വഴിയും അതുപോലെ മറ്റുള്ള വഴികളൊക്കെ. സംഗതി ഞാൻ പറയുന്നില്ല, അത്തരത്തിലുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. എന്ത് സ്വന്തം ഭാര്യയുമായി ശാരീരത്തിൽ ഏർപ്പെടുമ്പോൾ പോലും മറ്റുള്ള സ്ത്രീകളെ ചിന്തിക്കുന്നൊരവസ്ഥ വന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം പിശാചുക്കൾ ഇവിടെ നഫ്സിൽ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാണ്. ഇത് വിസ്റ്റം വിഭാഗത്തിൻ്റെ ആളുകളാണ് ഇപ്പോൾ പ്രയാസം പറയുന്നത്. വിസ്റ്റം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എൻ്റെ അടുത്ത് വരുന്നവർ ഈ പ്രസംഗം പറയുന്നത്, മറ്റുള്ളവരും പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ എത്രയോ അതെ അത് നമുക്ക് വിടാം, ഇത് എത്രയോ പറയുന്നുണ്ട് അങ്ങനത്തെ വിഷയങ്ങൾ. അപ്പോൾ വ്യാപകമായിട്ടൊരു സമൂഹം ഇതിൻ്റെ ഉള്ളിൽ ഈ വിഷം തീണ്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പല മേഖലയിലേക്ക് അവർ ചിന്തിച്ച് കടന്നു പോവുകയാണ്. അത്തരത്തിൽ ഇവിടെയൊക്കെ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ അത്ഭുതം തോന്നി. ഇതേപോലെ ഓരോ സംഗതിക്ക് റുക്കിയൊക്കെ വരുന്ന കാര്യം എന്താ എന്ന് ചോദിച്ചാൽ ഒരു കച്ചവടം തുടങ്ങി. ആ കച്ചവടം തുടങ്ങിയിട്ട് എവിടെ എത്തുന്നില്ല, എവിടെ എത്താൻ കഴിയുന്നില്ല. മകളാണെങ്കിൽ പഠിപ്പ് നിർത്തി വീട്ടിലേക്ക് വരിക, അത് മറ്റേ കുട്ടിക്ക് പ്രശ്നം, ഈ മോളെ കല്യാണം ശരിയാകുന്നില്ല. ശരിക്കും ഒരു ഉസ്താദ്മാരത്ത് പോയിട്ട് പറയുന്ന പ്രശ്നങ്ങളാണ്. എന്നിട്ട് ഇതിനെ നമ്മൾ സംസാരത്തിൽ ആദ്യം ദീന് പറഞ്ഞു കൊടുക്കും, തവക്കുൽ പറഞ്ഞു കൊടുക്കും, കലാകഥകൾ പറഞ്ഞു കൊടുക്കും, പരീക്ഷകൾ ഉണ്ടാകും. എന്നാൽ ചിലപ്പോൾ ശൈത്താന്മാർ വഴി പല ഉപദ്രവങ്ങളും സമ്പത്തിലും സന്താനങ്ങളും ശരീരത്തിലും ഉണ്ടാകുന്നു. ഖുർആൻ പറഞ്ഞതാണ്, അത് തെറ്റൊന്നുമില്ല. പക്ഷേ അതാണ് നമുക്കൊരു ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓതി വിട്ട് ക്ലാരിഫൈ ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. പിന്നെ അടുത്ത ഫാമിലി വരുമ്പോൾ വേറെ ഇതേപോലെ പറയുന്നത്. അങ്ങനെ എത്രയോ ഫാമിലികൾക്ക് ഞാൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് കേൾക്കുന്ന എനിക്ക് തന്നെ പേടി തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടെ എന്തൊക്കെ അന്ധവിശ്വാസമാണ് ഈ പറയുന്നത്, എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരമാവധി പറഞ്ഞ് ഒഴിവാക്കി കൊടുക്കുക. പക്ഷേ വരുന്ന ആളുകളൊക്കെ ഇതുപോലുള്ള അവസ്ഥയിലാണ്. ഈ ഡോക്ടർ സുബൈർ പറഞ്ഞു, എനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. ഡോക്ടർ സുബൈർ പറഞ്ഞത് പിന്നെ മൂപ്പരടുത്ത് വരുന്ന രോഗികളിൽ ചില സ്ത്രീകൾ ജിന്ന് പുരുഷന്മാരായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ടെന്നും ചില പുരുഷന്മാർ ജിന്ന് സ്ത്രീയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ടെന്നും അവരത് പേഴ്സണൽ, അതായത് ഭർത്താവിനേക്കാൾ സുഖം ഇതാണ് എന്ന് പറയുന്ന അനുഭവം മൂപ്പര് പങ്കുവച്ചിട്ടുണ്ട്. ഈ വന്ന ആളുകളിൽ ഈ പറഞ്ഞ പോലെ സെലഫി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ആ കൂട്ടത്തിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്നോട് അത്തരത്തിലുള്ള അനുഭവം പറഞ്ഞിട്ടുണ്ട്. പീരിയഡ്സിലെ സമയങ്ങളിൽ പിന്നെ അങ്ങനത്തെ ഉപദ്രവങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ ഭർത്താക്കന്മാർ പറയാണ്. ഭാര്യമാരെ അനുഭവം അതായത്
പീരിയഡ്സിൻ്റെ സമയങ്ങളിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ രൂപം വരുന്നതും അസ്വസ്ഥമായിട്ടുള്ള അതും സെക്സ് ഡ്രീമുകൾ കാണുക, ബാഡ് തോട്ടുകൾ, ഈ മെൻസസ് പീരീഡിൽ അവരെടുത്ത് ഈ രൂപങ്ങൾ വരുന്നവരായിട്ട് ചേരുന്ന ഒരു മാനസികാവസ്ഥ, അങ്ങനത്തെ അവസ്ഥകൾ വന്നത് ഈ പറഞ്ഞ വിസ്ഡം മുജാഹിദീങ്ങൾ, അതെ ഈ പറഞ്ഞ വിസ്ഡം മുജാഹിദീങ്ങൾ എന്ന് പറയുന്ന ആളുകളിൽ നിന്ന് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര വഴി പഴപ്പിച്ച് കളഞ്ഞ ഈ വിഭാഗം. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതമാർഗത്തിൽ പെട്ടൊരു മാർഗമാണ് ഇത് എങ്കിൽ അത് നിലനിർത്താൻ വേണ്ടി ഞാൻ പരമാവധി എന്ത് ചെയ്യും, ഉണ്ടാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഇത് എനിക്ക് ഉണ്ടായിരിക്കാൻ പറ്റൂല. ഇത് മാലോകരെ അറിയിക്കൽ എൻ്റെ ഒരു ബാധ്യതയായി മാറി. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ സമൂഹത്തിൽ ചിലപ്പോൾ വളരെ മോശമായി ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്. കാരണം സാധ്യത ഇതായിരുന്നില്ല എൻ്റെ അവസ്ഥ എന്ന് എന്നോട് പറഞ്ഞാലും ഈ എന്നോട് ഇവർ പറയുമ്പോഴും അവരാണ് ഇതിൻ്റെ ഞാനെന്ന ഉൽപ്പന്നത്തെ സൃഷ്ടിച്ചത് ഈ വിസ്ഡം വിഭാഗമാണ്. അവരാണ് എനിക്കതിന് ഗൈഡൻസ് തന്നത്, അതിനുള്ള സൂചനകളും അത്തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞു തന്നത്. അതിലൂടെ കടന്നു പോയത് കൊണ്ടും പഠനം നടത്തിക്കൊണ്ടാണ് ഞാൻ ഈ അവസ്ഥയിലേക്ക് എത്തിയത്. അൽഹംദുലില്ലാഹ് അതിൽ നിന്ന് തിരിച്ചു മടങ്ങാൻ എനിക്ക് സാധിച്ചത് കൊണ്ടാണ് ഞാൻ തൗബ ചെയ്തതും ഇസ്തിഹാറ നിസ്കരിച്ചിട്ട് ഈ തീരുമാനം വെട്ടി തുറന്ന് പറയാൻ ഒരുങ്ങിയതും. ചിലപ്പോൾ അതുകൊണ്ട് എനിക്ക് പല പ്രയാസം കുടുംബത്തിനുണ്ടാകാം, സമൂഹത്തിനുണ്ടാകാം, ഉറപ്പായിട്ട് എന്നെ ഒറ്റപ്പെടുത്താനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ എന്ത് സംഭവിച്ചാലും ശരി ഇൻഷാ അല്ലാഹ് ഞാൻ അതുമായിട്ട് ആ രൂപത്തിൽ ശക്തമായി ഞാൻ രംഗത്ത് മുന്നോട്ട് പോകും ഇൻഷാ അല്ലാഹ്. എനിക്കതിനൊരു വേദി അവസരം തരികയാണെങ്കിൽ ആ വേദികളിൽ പോലും ഈ ഹക്ക് ഞാൻ വിളിച്ചു പറയുന്നുള്ള അവസ്ഥയിലാണ് ഞാൻ, ആ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ ഇപ്പോൾ ഉള്ളത്.